എല്ലാവർക്കും സിനിമ മാനിയക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗോഡ്സില്ല എക്സ് കോങ് ദി ന്യൂ എംപയർ. ഈ സിനിമയെ കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ മോൺസ്റ്റർ വേഴ്സിയത്തെ ഏറ്റവും പുതിയ ചിത്രമാണിത്. ഈ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഒരു അടാറായിട്ടാണ്. കാരണം ഈ ഒരു സിനിമ ബിഗ് സ്ക്രീനിൽ കണ്ടവർക്ക് അറിയാം അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്. അമ്മാതിരി പടമാണത്. അപ്പോൾ നമ്മുടെ സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയാനുണ്ട്. ഈ സിനിമയ്ക്ക് മുമ്പ് ഇറങ്ങിയിട്ടുള്ള പടങ്ങളുണ്ടല്ലോ, അതായത് ഈ ഒരു സിനിമയുടെ പ്രീവിയസ് പാർട്സ്, അതെന്തായാലും നിങ്ങൾ നിർബന്ധമായിട്ട് കണ്ടിരിക്കണം. അത് മാത്രമല്ല, ഇതിൻ്റെ ഇടയിൽ മൊണാർക്ക് എന്ന് പറയുന്ന ഒരു സീരീസും വരുന്നുണ്ട്. മൊണാർക്ക് എന്ന സീരീസിന്റെ എക്സ്പ്ലനേഷൻ നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊന്നും എല്ലാവരും ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ഹോളോ എർത്താണ്. ഹോളോ എർത്ത് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ എർത്തിനുള്ളിൽ തന്നെ മറ്റൊരു ലോകം, അതാണ് നമ്മുടെ ഹോളോ എർത്ത്. അങ്ങനെ അവിടെ വെച്ചിട്ടാണ് നമ്മുടെ കോങ്ങിന്റെ എൻട്രി. ഇവനിങ്ങനെ ഓടി വരുന്നുണ്ട്. ഇവന്റെ പിന്നാലെയാണെങ്കിലോ ഒരു സൈന്യം തന്നെ വരുന്നുണ്ട്. ചെന്നായ്ക്കളാണോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ക്രീച്ചറാണോ ഒന്നും അറിയത്തില്ല. ഒരുമാതിരി വിയർഡായിട്ടുള്ള ഒരു ക്രീച്ചേഴ്സാണ്. ഇവനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക, ഇവനെ കൊല്ലാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ അവൻ ഓടി ഓടി ചെന്നെത്തുന്നത് ഒരു ഡെഡ് എൻഡില്ല. ഫ്രണ്ടിലോട്ട് പോയി വഴിയൊന്നുമില്ല. അങ്ങനെ ഒരു ക്രീച്ചേഴ്സ് നമ്മുടെ കോങ്ങിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വരുന്നുണ്ട്. പെട്ടെന്നാണ് അവിടെ വലിയൊരു കുഴി ഉണ്ടാവുന്നത്. ഈ കുഴിക്കകത്തോട്ട് ഈ ഒരു ക്രീച്ചർ അങ്ങ് വീഴാൻ. സോ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കോങ്ങിനെ ഇവരല്ല പിടിച്ചിട്ടുള്ളത്, ഇവരെയാണ് നമ്മുടെ കോങ് പിടിച്ചിട്ടുള്ളത്. കോങ് ഇവന്മാരെ ഹണ്ട് ചെയ്തുകൊണ്ടിരിക്കുക. അത് ഇവന്മാർക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ആ കുഴി ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് തന്നെ നമ്മുടെ കോങ്ങാ. അങ്ങനെ നമ്മുടെ കോങ് ഒരു മരടുത്ത് മാറ്റുന്നുണ്ട്. ഇതെടുത്ത് മാറ്റിയ പാടന്നെ മുകളിൽ നിന്ന് ഇങ്ങനെ കല്ലുകളൊക്കെ വീണുകൊണ്ടിരിക്കുക ഈ ഒരു ക്രീച്ചേഴ്സിന്റെ മേത്തോട്ട്. സോ ഒരു ക്രീച്ചേഴ്സ് ഒക്കെ പടായിട്ടുണ്ട്. എന്നവിടെ എല്ലാവരും ചത്തിട്ടില്ല, രണ്ടെണ്ണം കൂടി ബാക്കിയുണ്ട്. ഇവന്മാർ നമ്മുടെ കോങ്ങിന്റെ നേർക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുക. എന്നാൽ ഈ ടൈമിൽ നമ്മുടെ കോങ് ആണെങ്കിലോ ചത്തൊരു ക്രീച്ചറിനെ എടുത്തിട്ട് രണ്ട് കഷ്ണാക്കുക. ശേഷം അവൻ്റെ ചോരയിൽ കുളിച്ചിട്ട് ഇങ്ങനെ കിടന്ന് അലറിക്കൊണ്ടിരിക്കുക. ഇത് കണ്ടപാടി ക്രീച്ചേഴ്സ് ആണെങ്കിലോ അവിടുന്ന് പേടിച്ച് ഓടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കോങ്ങിന് അന്നത്തെ നൈറ്റിനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അവൻ പോകുന്നു, ഒന്ന് ഫ്രഷ് ആവുന്നു, ഫുഡ് കഴിക്കാനിരിക്കുന്നു. ഈ ടൈമിലാണ് മുതല പോലത്തെ ഒരു ക്രീച്ചർ വന്നിട്ട് ഇവൻ്റെ ഫുഡ് അങ്ങ് എടുത്തുകൊണ്ട് പോകുന്നത്. നമ്മുടെ കോങ് ആണെങ്കിലും ഇത് പിടിച്ച് വലിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു കറക്റ്റ് ടൈമിലാണ് നമ്മുടെ കോങ് അവൻ ഉണ്ടാക്കുന്ന പോലത്തെ ഒരു സെയിം അലർച്ച അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കേട്ടപാട് നമ്മുടെ കോങ് അതെന്താണെന്ന് നോക്കാൻ വേണ്ടി നേരെ അങ്ങോട്ടേക്ക് പോകാൻ, ഈ ഒരു സൗണ്ട് കേട്ട ഭാഗത്തോട്ട് പോകാൻ നോക്കുമ്പോൾ അതൊരു തവളയായിരുന്നു. തവള എന്നൊക്കെ പറഞ്ഞ സീന് തവളയാണ്, ഈ ഒരു ഹോളോ എർത്തിയത്തെ തവളയാണ്. ആ തവള ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സൗണ്ടാണിത്. ഇത് കേട്ടപാട് നമ്മുടെ കോങ്ങിനാണെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമാവുന്നുണ്ട്. ഇതിന് കാരണം വേറെ ഒന്നുമല്ല, അവൻ്റെ ഫാമിലിനെ ഇതുവരെ അവനക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഒരു വിഷമമുണ്ട് അവനക്ക്. അവൻ്റെ സ്പീഷീസിൽ അവൻ ഒറ്റക്കാണ്. അവൻ്റെ വർഗത്തിൽപ്പെട്ട ഒരു കുരങ്ങനെ പോലും അവൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. ഈ ഒരു ഹോളോ എർത്തിൽ അവൻ എന്നും ഒറ്റക്കാണ്. അപ്പം അതിൻ്റെ ഒരു വിഷമമുണ്ട് അവനക്ക്. അങ്ങനെ ഇതേ സമയം തന്നെ നമ്മുടെ ഗോഡ്സില്ലിനെ കാണിക്കുന്നുണ്ട്. ഗോഡ്സില്ലുള്ളത് അവൻ്റെ ടെറിട്ടറിയിലാണ്, അതായത് നമ്മുടെ സർഫസ് വേൾഡിൽ, അതായത് നമ്മുടെ എർത്തിൽ. അവൻ്റെ ടെറിട്ടറിയിലേക്ക് ഏതെങ്കിലും ഒരുത്തം കയറിക്കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ടൈറ്റൻസ് കയറിക്കഴിഞ്ഞാൽ ആ ടൈറ്റനെ അവനെ അങ്ങ് തീർക്കും. അതാണ് നമ്മുടെ ഗോഡ്സില്ലയുടെ രീതി. സോ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഹ്യൂമൻ കൈൻസിനും ഒരു ഹെൽപ്പ് കൂടിയാണ് നമ്മുടെ ഗോഡ്സില്ല. കാരണം ഇങ്ങോട്ടേക്ക് വരുന്ന ടൈറ്റൻസിനൊക്കെ നമ്മുടെ ഗോഡ്സില്ല തീർക്കുന്നുണ്ട്. അങ്ങനെ റോമിൽ ഭയങ്കര വലിയൊരു ടൈറ്റൻ വന്നിരിക്കുകയാണ്. അങ്ങനെ അങ്ങോട്ടേക്ക് വരികയാണ് നമ്മുടെ ഗോഡ്സില്ല. വരുന്നു മാത്രമല്ല, അവനങ്ങ് അടിച്ച് തൂഫാനാക്കുന്നുണ്ട്, അവനെ അങ്ങ് കൊല്ലുന്നുണ്ട്. അങ്ങനെ അടുത്ത സീൻ കാണിക്കുന്നത് നമ്മുടെ ഹോളോ എർത്താണ്. അവിടെ നമ്മുടെ മൊണാർക്കിന്റെ ഔട്ട് പോസ്റ്റ് കാണിക്കുന്നുണ്ട്. ഇവരുടെ മെയിൻ പരിപാടി നമ്മുടെ കോങ്ങിനെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഈ ടൈമിലാണ് ഇവന്മാർക്ക് ഒരു സിഗ്നൽ കിട്ടുന്നത്. നമ്മുടെ കോങ്ങിന്റെ ഹണ്ടിങ് ഗ്രൗണ്ട് ഉണ്ടല്ലോ, അതായത് നമ്മുടെ കോങ് നേരത്തെ കുറച്ച് ക്രീച്ചേഴ്സിനൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെയായിട്ട് വലിയൊരു സിങ്കോൾ ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട്. ഇത് കണ്ടപാട് ഇവരിങ്ങനെ ഞെട്ടിത്തെരിച്ച് നിൽക്കുക. അതുമാത്രമല്ല, ഭയങ്കര വീടായിട്ടൊരു സിഗ്നൽ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക. ഭയങ്കര വലിയ സിഗ്നലൊക്കെയാണ് കിട്ടുന്നത്. ഇത് കിട്ടിയ പാടനെ ഇവന്മാർ ഇത് മുകളിലോട്ടൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന് ഈ ടൈമിലാണ് നമ്മുടെ ഹോളോ എർത്തിലോട്ടുള്ള ആക്സസ് പോയിന്റ് ഉണ്ടാവുമല്ലോ, അതായത് നമ്മുടെ പോർട്ടൽ, ഈ പോർട്ടലുള്ള സ്ഥലം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് നമ്മുടെ ഡോക്ടർ ആൻഡ്രൂസ് വർക്ക് ചെയ്യുന്നത്. ഇവളാണ് നമ്മുടെ നായിക. അങ്ങനെ ഇവൾ ഈ ഒരു സിഗ്നലൊക്കെ നോക്കുന്നുണ്ട്. എന്നാൽ ഇവൾക്കും യാതൊരു ഐഡിയ ഒന്നും കിട്ടുന്നില്ല. അങ്ങനെ ഈ ടൈമിലാണ് നമ്മുടെ ഗോഡ്സില്ലിനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവൻ ഭയങ്കര ഉറക്കത്തില്ല, സുഖസുന്ദരമായിട്ട് ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഇവൻ ഉറങ്ങുന്നതാണെങ്കിലോ നമ്മുടെ റോമിലത്തെ ഫേമസ് ബിൽഡിംഗ് ഉണ്ട്, അതിന്റെ പേരെന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ആ ഒരു ബിൽഡിങ്ങിന്റെ പേര് അറിയുന്നവരുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് പറയാം. അപ്പോൾ ആ ഒരു ബിൽഡിങ്ങിനകത്ത് ഇങ്ങനെ സുഖസുന്ദരമായിട്ട് കിടന്ന് ഉറങ്ങുകയാണ് ആള്. അങ്ങനെ അടുത്ത സീനി കാണിക്കുന്നത് നമ്മുടെ ജിയനെയാണ്. ജിയൻ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, നമ്മുടെ ഗോഡ്സില്ല വേഴ്സസ് കോങ്ങിലൊക്കെ നമ്മൾ കണ്ടതാണ്. അവൾക്ക് ചെവി കേൾക്കില്ല. അതുമാത്രമല്ല, അവൾക്ക് നമ്മുടെ കോങ്ങിനായിട്ട് സംസാരിക്കാൻ കഴിയും. പിന്നെ പോരാത്തിന് നമ്മുടെ സ്കൾ ഐലൻഡ് ഉണ്ടല്ലോ, അവിടുത്തെ ട്രൈബായ ഈവി ട്രൈബിന്റെ അവസാനത്തെ ഒരു സർവൈവർ കൂടിയാണ് ഇവള്. ആ ട്രൈബിലെ വിശേഷിക്കുന്ന ഏക വ്യക്തി ഇവള് മാത്രമാണ്. ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ അവൾ ഇങ്ങനെ സ്കൂളിലിരിക്കുക. ഈ ടൈമിലാണ് അവൾ വിയേർഡ് ആയിട്ടുള്ള ഒരു ഡ്രീം കാണുന്നത്. കാണാന്ന് മാത്രമല്ല, അവൾ എന്തൊക്കെയോ ഇങ്ങനെ കുത്തിക്കുറിച്ചുകൊണ്ടിരിക്കുക. പിന്നെ പോരാത്തിന് പല ദൃശ്യങ്ങളാണ് അവളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എന്താന്നുള്ളത് അവൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല. അതുമാത്രമല്ല, ആകാശത്ത് നിന്ന് ഇങ്ങനെ എന്തോ വീണുകൊണ്ടിരിക്കുക, ഒരു തരം മഞ്ഞ് പോലത്തെ എന്തോ ഒരു സംഭവം. അതിന് ഈ ടൈമിലാണ് നമ്മുടെ ടീച്ചർ വന്നിട്ട് ഇവളങ്ങ് വിളിക്കുന്നത്. ഇവള് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഇവളുടെ ടേബിളും ഇവളുടെ അടുത്തുള്ള പേപ്പറും ഒക്കെത്തിൽ ഇവളിങ്ങനെ വരച്ചു കൂട്ടിയിരിക്കുകയാണ്. അതും സെയിം പാറ്റേൺ, എല്ലാത്തിലും ഒരേ കാര്യം തന്നെ വരച്ചിരിക്കുകയാണ്. അങ്ങനെ ഇത് കാണുമ്പോൾ നമ്മുടെ ടീച്ചർമാർ വേഗം നമ്മുടെ ആൻഡ്രൂസിനെ വിളിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ആൻഡ്രൂസ് ജിയക്ക് അമ്മേനെ പോലെയാണ്. പിന്നെ നമ്മൾ മറ്റൊരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട്, നമ്മുടെ ജിയക്ക് സംസാരശേഷിയില്ല. അങ്ങനെ ആൻഡ്രൂസ് വരുന്നു, നമ്മുടെ ജിയോട് നടന്ന കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ ടൈമിൽ നമ്മുടെ ജിയ പറയാണ്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എനിക്ക് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. അത് മാത്രമല്ല, എനിക്ക് നമ്മുടെ കോങ്ങിനെ കാണാൻ തോന്നുന്നുണ്ട്.
പിന്നെ ഈ ലോകം അതെനിക്ക് സെറ്റാവില്ല, എൻ്റെ പഴയ ലോകമാണ് എനിക്ക് സെറ്റാവുള്ളൂ. ഇത് കേട്ടപ്പോൾ നമ്മുടെ ആൻഡ്രൂസ് പറയാണ്, നിന്റെ ലോകം അത് ഞാനാ, അതുപോലെ നീയാണ് എൻ്റെ ലോകവും. ഇതൊക്കെ പറഞ്ഞിട്ട് അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവർ വീട്ടിലെത്തി. ഈ ടൈമിലാണ് നമ്മുടെ ആൻഡ്രൂസ് അവളുടെ ഡ്രോയിങ്സ് ഒക്കെ എടുത്തു നോക്കുന്നത്. ഇത് കണ്ടപാട് നമ്മുടെ ആൻഡ്രൂസ് ജിയുടെ ഡ്രോയിങ്സും അതുപോലെ തന്നെ ഇവർക്ക് കിട്ടിയ ഒരു സിഗ്നലും ഉണ്ടല്ലോ അതിങ്ങനെ വെച്ച് ഒത്തു നോക്കുന്നുണ്ട്. നോക്കുമ്പോൾ രണ്ടിലും സെയിം പാറ്റേൺ ആണ്. സോ ചുരുക്കി പറഞ്ഞ ഈ ഒരു സിഗ്നല് നമ്മുടെ ജിയക്കും കിട്ടുന്നുണ്ട്. ഇതറിഞ്ഞപാട് നമ്മുടെ ആൻഡ്രൂസ് ആണെങ്കിൽ ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുക. അങ്ങനെ ഈ ടൈമിലാണ് നമ്മുടെ ഹോളോ എർത്തിലെ മറ്റേ മൊണാർക്കിന്റെ ഔട്ട് പോസ്റ്റ് ഉണ്ടല്ലോ അതങ്ങ് വന്നിട്ട് ഒരു ക്രീച്ചർ അങ്ങ് അറ്റാക്ക് ചെയ്യുന്നത്. ഇതെന്താണെന്നോ ഏതാണെന്നോ ഒരു ഐഡിയ ഇല്ല. അതുമാത്രമല്ല ഈ ഒരു കറക്റ്റ് ടൈമിലാണ് നമ്മുടെ ജിയക്ക് പിന്നെ ഒരു സിഗ്നൽ ഇങ്ങനെ കിട്ടുന്നുണ്ട്. ഇത് കണ്ടപാട് നമ്മുടെ ആൻഡ്രൂസ് ഒരു കാര്യം അങ്ങ് തീരുമാനിക്കുക, ഇതിന്റെ അർത്ഥം കണ്ടെത്താൻ. പിന്നെ അവളൊന്നും നോക്കിയില്ല, നേരെ നമ്മുടെ ബേണിനെ കാണാൻ പോകുന്നുണ്ട്. ഈ ബേണിയാണ് ഈ ഒരു ടൈറ്റൻസിനെ പറ്റിയിട്ട് ഇങ്ങനെ പോഡ്കാസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. അത് മാത്രമല്ല നമ്മുടെ ഗോഡ്സില്ല നടത്താൻ പോകുന്ന അടുത്ത മൂവ് ഇവൻ കറക്റ്റായിട്ട് കണ്ടുപിടിക്കും. അത് നമ്മുടെ മൊണാർക്കിന്റെ മുമ്പേ. അത്രയും ഭയങ്കര ലീഡ് ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ് അവൻ. അങ്ങനെ നമ്മുടെ ആൻഡ്രൂസ് വന്നിട്ട് പറയാണ്, ബേണി എനിക്ക് നിന്റെ ഹെൽപ്പ് വേണം. ഇക്കാര്യം ഞാൻ മൊണാർക്കിൽ പോയി പറഞ്ഞതാണ്, പക്ഷെ അവർ പറഞ്ഞത് ഇത് ജസ്റ്റ് ഒരു കോയിൻസിഡൻസ് മാത്രമാണെന്നാണ്. പക്ഷെ നീ അങ്ങനെയല്ല, നീ ഇത് വിശ്വസിക്കും, എനിക്ക് ഉറപ്പാ. സംഭവമൊക്കെ ഓക്കെ, ഞാൻ വിശ്വസിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് നീ ഒരു കാര്യം ചെയ്തു തരണം. ഹോളോ എർത്തിലോട്ട് എന്നെ നീ കൊണ്ടുപോകണം. നമ്മുടെ ആൻഡ്രൂസ് ആണെങ്കിൽ ആദ്യം സമ്മതിക്കുന്നൊന്നുമില്ല, പക്ഷെ സമ്മതിക്കേണ്ടി വരുന്നുണ്ട്. കാരണം ഇവളുടെ മകളായ ജിയുടെ കാര്യമാണ്. സോ സമ്മതിച്ചിട്ടുണ്ട്. ഈ ഒരു കറക്റ്റ് ടൈമിലാണ് അവിടെ ഒരു അലേർട്ട് വരുന്നത്, നമ്മുടെ ഗോഡ്സില്ല അലേർട്ട്. അങ്ങനെ നമ്മുടെ ഗോഡ്സില്ല മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു ടൈറ്റൻസ് പോലും ഇവന്റെ ടെറിട്ടറിയിലോട്ട്, അതായത് ഈ ഒരു സർഫസ് വേൾഡിലോട്ട് കടന്നിട്ടില്ല. അങ്ങനെ കടന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ ഗോഡ്സില്ല സഡൻ ആയിട്ട് അറ്റാക്കിനൊക്കെ ഒരുങ്ങുള്ളൂ. പിന്നെ എന്തിനായിരിക്കും ഇവൻ പോകുന്നുണ്ടാവുക? അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ആൻഡ്രൂസ് ഒരു കാര്യം കണ്ടെത്തുന്നത്. ഇവരുടെ മറ്റേ ആക്സസ് പോയിന്റ് ഉണ്ടല്ലോ, മറ്റേ പോർട്ടലുള്ള സ്ഥലം, അങ്ങോട്ടേക്ക് ഒരുത്തൻ കടന്നു വരുന്നുണ്ട്. വേറെ ആരുമില്ല, നമ്മുടെ കോങ്ങാണ്. കോങ് എങ്ങാനും നമ്മുടെ ഗോഡ്സില്ലയുടെ ടെറിട്ടറി കയറി കഴിഞ്ഞാൽ പിന്നെ യുദ്ധം തന്നെ നടക്കും. യുദ്ധം നമ്മളാണെങ്കിൽ അത് ഗോഡ്സില്ല വേഴ്സസ് കോങ്ങിൽ കണ്ടതാണ്. എന്തൊക്കെ നടക്കും എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടി വരും. അങ്ങനെ നമ്മുടെ കോങ് പുറത്തു വന്നിട്ടുണ്ട്. പക്ഷെ അവൻ വന്നിട്ടുള്ളത് ആരും കൊല്ലാനൊന്നല്ല, ഒരു സഹായത്തിന് വേണ്ടിയിട്ടാ. അവൻക്ക് തീരെ വയ്യ, അവന്റെ പല്ലിനായിട്ട് ചെറിയ പ്രശ്നമുണ്ട്. ഇത് റെഡിയാക്കാനാണെങ്കിൽ നമ്മുടെ മനുഷ്യർക്ക് മാത്രമേ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ ജീവനും തമ്മിൽ ഭയങ്കര കണക്ഷൻ ഉണ്ട്. സോ നമ്മുടെ കോങ്ങിനെ മനുഷ്യന്മാർ അത്രയും വിശ്വാസമാണ്. അങ്ങോട്ടേക്ക് നമ്മുടെ ആൻഡ്രൂസും ടീമും വരുന്നു, ഇവനെ മയക്കുന്നു. അതുമാത്രമല്ല അങ്ങോട്ടേക്ക് ഒരു ഡോക്ടറും വരുന്നുണ്ട്. ഇവന്റെ പേരാണ് ട്രാപ്പർ. ഇവൻ നല്ല ഒന്നാം തരം മൃഗ ഡോക്ടർ മാത്രമല്ല നമ്മുടെ ടൈറ്റൻസിനും കൂടി പറ്റിയൊരു ഡോക്ടറാണ്. അങ്ങനെ അവൻ വരുന്നു, നൈസായിട്ട് ഈ ഒരു പല്ലങ്ങ് പറിക്കുന്നു. ശേഷം ഒരു ഡ്യൂപ്ലിക്കേറ്റ് പല്ല് അവിടെ വെച്ച് കൊടുക്കുകയും ചെയ്യുന്നു. പക്ഷേ ഈ പല്ല് പറിക്കുന്ന കാണാൻ ഭയങ്കര രസമാണ്. റോക്കറ്റ് പോലത്തെ ഒരു സാധനത്തിലൊക്കെ വന്നിട്ടാണ് ഇത് പറിച്ചുകൊണ്ട് പോകുന്നത്. അങ്ങനെ ഈ ടൈമിൽ നമ്മുടെ ജിയ വന്നിട്ട് കോങ്ങിനോട് സംസാരിക്കാൻ, കോങ് നീ ഓക്കെ ആവും, നിനക്കൊരു കുഴപ്പമില്ല, നീ റെസ്റ്റ് എടുക്ക്. അങ്ങനെ ഈ സമയത്താണ് മറ്റേ സിഗ്നൽസിനെ പറ്റിയിട്ടൊക്കെ നമ്മുടെ ബേണി കണ്ടുപിടിക്കുന്നത്. ആൻഡ്രൂസ് ആ ഒരു സിഗ്നൽ ആദ്യമായിട്ടല്ല ഉണ്ടാവുന്നത്, അതിവിടെ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അതിന് ഉണ്ടായ സമയത്തൊക്കെ ഗോഡ്സില്ല ഒരു സിഗ്നൽ ഫോളോ ചെയ്ത് പോയിട്ടുണ്ട്. സോ ഇപ്പോൾ നമ്മുടെ ഗോഡ്സില്ല മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കോങ്ങിന് വേണ്ടിയിട്ടല്ല, ആ ഒരു സിഗ്നൽ തേടിയിട്ടാണ് അവൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല ആ ഒരു സിഗ്നൽ നിങ്ങളുടെ മകൾക്കും കിട്ടുന്നുണ്ട്. അതിനർത്ഥം ഹോളോ എർത്തിലുള്ള ആർക്കോ ഹെൽപ്പ് വേണം. ഇതൊരു ഡിസ്ട്രസ് കോളാണ്, SOS. സോ ഇത് കേട്ടപ്പോൾ നമ്മുടെ ആൻഡ്രൂസ് പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങ് ഹോളോ എർത്തിലോട്ട് അങ്ങ് കയറാൻ നിൽക്കുക. അങ്ങനെ ഇവരുടെ കൂടെ ഒരു പൈലറ്റും വരുന്നുണ്ട്. ഇവന്റെ പേരാണ് മിഗായൽ. അങ്ങനെ ഇവരിങ്ങനെ പോവാൻ റെഡി ആയിട്ട് നിൽക്കുക. ഈ സമയത്ത് നമ്മുടെ ജിയാണെങ്കിൽ ഭയങ്കര വാശിയില്ല, അവൾക്ക് ഇങ്ങനെ കൂടെ വരണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം ഈ ഒരു സിഗ്നൽ അവൾക്കും കിട്ടുന്നുണ്ട്. സോ അതിനർത്ഥം എന്താണെന്നുള്ളത് അവൾക്കും കണ്ടെത്തണം. അങ്ങനെ ഒരു വിധത്തിൽ നമ്മുടെ ആൻഡ്രൂസ് ഇതിന് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ അവർ പുറപ്പെടാൻ നിൽക്കുക. കൂടെ നമ്മുടെ ബേണിയുണ്ട്. ഈ ടൈമിൽ നമ്മുടെ കോങ്ങിന് അങ്ങ് ബോധം വരെ. അവൻ നല്ല അന്തസ്സായിട്ട് ഒരു കോട്ടുവായൊക്കെ ഇട്ടിട്ട് ഹോളോ എർത്തിലോട്ട് അങ്ങ് ചാടുക. ഇവന്റെ പിന്നാലാണെങ്കിലും നമ്മുടെ ടീംസും പോകുന്നുണ്ട്. പക്ഷേ ഈ റോക്കറ്റ് ഇറക്കാനാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഹോളോ എർത്ത് എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ളൊരു കാര്യമൊന്നുമല്ല. ഒരു സേഫസ്റ്റ് പ്ലേസ് എത്തുന്നവർ ഈ ഒരു ഫ്ലൈറ്റ് കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മൊത്തം കയ്യിൽ നിന്ന് പോവും, എല്ലാവരും മരിക്കുകയും ചെയ്യും. അങ്ങനെ അവരുടെ ഈ റോക്കറ്റ് ഇങ്ങനെ താഴോട്ട് പൊക്കോണ്ടിരിക്കുക. നമ്മുടെ ബേണി ആണെങ്കിലോ ഇങ്ങനെ കിടന്ന് അലറി പൊളിക്കുന്നുണ്ട്. അവൻ ഭയങ്കരമായിട്ട് പേടിച്ചിട്ടിരിക്കുക. നമ്മുടെ ആൻഡ്രൂസിനോട് പറഞ്ഞ ഒരു ആവേശമൊന്നും ഇപ്പൊ നമ്മുടെ ബേണിക്ക് കാണാനില്ല. അവൻ അത്രയും നന്നായിട്ട് തന്നെ പേടിച്ചിട്ടുണ്ട്. പക്ഷെ പേടിച്ച പോലൊന്നും സംഭവിച്ചില്ല. നമ്മുടെ മിഗായിൽ നല്ല അസല് പൈലറ്റാ. അവൻ കറക്റ്റായിട്ട് ഈ ഒരു ഫ്ലൈറ്റിനെ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഇതേ സമയം തന്നെ നമ്മുടെ കോങ് ആണെങ്കിലോ അവന്റെ വീട്ടിലോട്ടും പോകുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ടീംസ് ഒരു കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു തരം മഞ്ഞ പ്രഡേറ്റേഴ്സ്, മഞ്ഞ പക്ഷികൾ ഇങ്ങനെ പറന്നു പോകുന്നുണ്ട്. പക്ഷെ അവർ ഹാംലെസ് ഒക്കെയാണ്. പക്ഷെ ഒരു ഘട്ടം വന്നാൽ അവർ കയറി അങ്ങ് പണിയും. അങ്ങനെ അവരുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവരുടെ ഈ ഒരു ഫ്ലൈറ്റ് അവരുടെ അതേ സെയിം കളറിൽ ഇങ്ങനെ ആക്കിയിട്ട് ഇവരിങ്ങനെ പറത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഈ ടൈമിൽ നമ്മുടെ മിഗായൽ ഒരു കാര്യം പറയുന്നുണ്ട്, ആൻഡ്രൂസ് നമ്മുടെ അവിടുത്തെ ഔട്ട് പോസ്റ്റ് ഉണ്ടല്ലോ, അവന്മാർക്ക് എത്ര വിളിച്ചിട്ട് അവന്മാർ റിപ്ലൈ തരുന്നില്ല, എന്തോ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഇത് കേട്ടവിടെ നമ്മുടെ ആൻഡ്രൂസ് പറയാണ്, എന്നാൽ നമുക്ക് ആദ്യം തന്നെ അവിടെ പോയി നോക്കാം. അങ്ങനെ ഇതിന്റെ ഇടയിലാണ് നമ്മുടെ ഗോഡ്സില്ല നേരെ ഫ്രാൻസിലോട്ട് പോകുന്നത്.
ഇതൊക്കെ ഒരു സിഗ്നലിന്റെ ഭാഗമായിട്ട് അവൻ പൊക്കോണ്ടിരിക്കുന്നത്. പോവാന്ന് മാത്രമല്ല അവിടെയുള്ള വലിയൊരു ന്യൂക്ലിയർ പ്ലാന്റ് തന്നെ ഇല്ലാണ്ടാക്കുന്നുണ്ട്. ശേഷം അവിടുത്തെ റേഡിയേഷൻ മൊത്തം അവനിങ്ങനെ ഊറ്റിയെടുത്തോണ്ടിരിക്കുക. അവന്റെ ഒരു അറ്റോമിക് പവർ അവനിങ്ങനെ ചാർജ് ചെയ്തോണ്ടിരിക്കുക. പക്ഷെ എന്തിനായിരിക്കും യാതൊരു ഐഡിയ ഇല്ല. അങ്ങനെ ഇക്കാര്യങ്ങളൊക്കെ നമ്മുടെ ആൻഡ്രൂസിന്റെ കൂടെ വർക്ക് ചെയ്യുന്നവർ നമ്മുടെ ആൻഡ്രൂസിനെ വിളിച്ച് അറിയിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് തന്നെയാണ് അവിടുത്തെ എല്ലാ സിഗ്നൽസും അങ്ങ് പോകുന്നത്. സോ ചുരുക്കി പറഞ്ഞവർക്ക് ഈ ഒരു സർഫസ് വേൾഡുമായിട്ട് ഇനി കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു ഔട്ട് പോസ്റ്റിൽ എത്തിയിട്ടുണ്ട്. ഈ ഒരു ഔട്ട് പോസ്റ്റ് കണ്ടപാട് ഇവരിങ്ങനെ ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കാൻ ഇത് മൊത്തത്തിൽ നശിച്ച് കിടക്കുന്നുണ്ട്. പക്ഷെ ആര് എങ്ങനെ എന്തിനു ചെയ്തു ഇതൊന്നും ഇവർക്കറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർക്ക് ഒരു ക്യാമറ കിട്ടുന്നത്. അത് മാത്രമല്ല അവർ മറ്റൊരു കാഴ്ച കൂടി അവിടെ കാണുന്നുണ്ട്. വലിയൊരു ഹാൻഡ് പ്രിന്റ്. ഇത് കണ്ടപാട് ഇവരിങ്ങനെ ആകെ ഞെട്ടി നിൽക്കുക. സാധാരണ ഹാൻഡ് പ്രിന്റ് വെക്കാറ് നമ്മുടെ കോങ്ങാണ്. പക്ഷെ ഇത് ചെയ്തിട്ടുള്ളത് കോങ്ങല്ല, ഇത് കോങ്ങിനേക്കാൾ വലിയൊരു ഹാൻഡ് പ്രിന്റ് ആണ്. സോ ഇനി ഇവിടെ നിൽക്കല് സേഫ് അല്ല. വേഗം വണ്ടി എടുക്കുന്നു, സ്ഥലം വിടുന്നു. നമ്മുടെ കോങ്ങാണെങ്കിലോ അവന്റെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഈ ഒരു ടൈമിലാണ് ഭയങ്കരമായിട്ട് റോറിംഗ് സൗണ്ട് ഇവനിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. സോ നമ്മുടെ കോങ് അവന്റെ വെപ്പൺ എടുക്കുന്നു, വേഗം ഒരു സ്ഥലത്തോട്ട് പോയി നോക്കുന്നു. ഇതുള്ളതാണെങ്കിലും മറ്റേ സിംഗോൾ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു സിംഗോളിനകത്ത് നിന്നാണ് ഈ ഒരു സൗണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവൻ ഒരു സിംഗോളിന്റെ ഉള്ളിലോട്ട് ഇങ്ങനെ കയറി നോക്കുന്നുണ്ട്. അതിനകത്താണ് ഈ ഫുള്ള് ഇരട്ടാ, ഒന്നും കാണാൻ പറ്റുന്നില്ല. ഈ സമയത്ത് അവന്റെ കയ്യിലുള്ള ഒരു വെപ്പൺ ഉണ്ടല്ലോ അതിങ്ങനെ ലൈറ്റ് കത്താൻ തുടങ്ങുക. അത് മാത്രമല്ല അതിനകത്ത് ഇങ്ങനെ കുറെ ക്രിസ്റ്റൽസ് ഉണ്ട്. ഇതിനൊക്കെ ഭയങ്കരമായിട്ട് വെളിച്ചം വന്നുകൊണ്ടിരിക്കുക. അത് മാത്രമല്ല അവൻ മറ്റൊരു കാഴ്ച കൂടി അവിടെ കാണുന്നുണ്ട്, കുറെ എല്ലും കഷ്ണങ്ങള്. അങ്ങനെ നമ്മുടെ കോങ് മുന്നോട്ട് നീങ്ങി. അപ്പോഴാണ് അവനൊരു വെള്ളച്ചാട്ടം കാണുന്നത്. ഇവൻ അതിന്റെ അപ്പുറത്തോട്ട് പോയി നോക്കുന്നുണ്ട്. ആ സമയത്ത് അവൻ കാണുന്നത് ഭയങ്കര വലിയൊരു മറ്റൊരു സാമ്രാജ്യമാണ്, മറ്റൊരു റെൽം, ഒരു അൺചാർട്ടഡ് ഏരിയ. ഇന്നേ വരെ നമ്മുടെ കോങ് കണ്ടെത്താത്തൊരു ഏരിയ. ഇത് കാണാനാണെങ്കിൽ ഭയങ്കര ഭംഗിയാണ്. നമ്മുടെ കോങ്ങാണെങ്കിൽ ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുക. ഈ ഒരു സമയത്താണ് അവൻ്റെ മുന്നിലോട്ട് ഒരു നിഴൽ വരുന്നത്. ഭയങ്കര വലിയൊരു നിഴലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നിഴൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു കുട്ടി കുരങ്ങനാണ്. ഇവനെ കണ്ടപാട് നമ്മുടെ കോങ്ങാണെങ്കിലോ ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നുണ്ട്. കാരണം അവൻ്റെ വർഗത്തിൽപ്പെട്ട ഒരാളെ അവൻ ഇപ്പോഴാണ് കണ്ടുപിടിക്കുന്നത്. അങ്ങനെ നമ്മുടെ കോങ് ഈ ഒരു കുട്ടിക്കുരങ്ങനെ ഇങ്ങനെ കൈ കൊടുക്കാൻ നിൽക്കുക. അങ്ങനെ നമ്മുടെ കുട്ടിക്കുരങ്ങനാണെങ്കിലോ മെല്ലെ മെല്ലെ ഇങ്ങനെ കൈ ഉയർത്തി പോകുന്നുണ്ട്. പക്ഷെ ആ ഒരു ഉയർത്തല് അവനക്ക് കൈ കൊടുക്കാനല്ല, അവൻ ഉപദ്രവിക്കാനാ. അവൻ്റെ കൈ കയറി അങ്ങ് കടിക്കാൻ. ഇത് കണ്ടപാട് നമ്മുടെ കോങ്ങിനാണെങ്കിലും ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. ഈ പരട്ട കുരങ്ങനിട്ട് 4 കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കോങ് ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ ഇതേ സമയത്താണ് നമ്മുടെ കോങ്ങിന്റെ പിന്നിൽ മറ്റൊരു എയ്പ്പ് വന്നിട്ട് അങ്ങ് നിൽക്കുന്നത്. ഇത് കാണുമ്പോൾ നമ്മുടെ കോങ്ങാണെങ്കിൽ ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുക. കാരണം അവൻ്റെ വർഗത്തിൽപ്പെട്ട ആൾക്കാർ ഇങ്ങനെ മെല്ലെ മെല്ലെ അവൻ്റെ അടുത്തോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. എന്ന ഇവന്മാരൊക്കെ വന്നിട്ടുള്ളത് നമ്മുടെ കോങ്ങിനെ ഇല്ലാണ്ടാക്കാനാ. കോങ്ങുമായിട്ട് അങ്ങ് ഫൈറ്റിനൊരുങ്ങുക. പക്ഷെ നമ്മുടെ കോങ്ങാണ് ആള്. എല്ലാത്തിനും പിടിച്ച് കാലേ വാരി നിലത്തടിക്കുന്നുണ്ട്. അത് മാത്രമല്ല നമ്മുടെ കുട്ടിക്കുരങ്ങനുണ്ടല്ലോ അവനിട്ട് കറക്കിയിട്ട് എല്ലാത്തിനിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിലാണ് ഒരു എയ്പ്പ് കൊക്കയിലോട്ട് അങ്ങ് വീഴാൻ പോകുന്നത്. ഇത് കണ്ടപാട് നമ്മുടെ കോങ് അവനെ രക്ഷിക്കുകയാണ്. പക്ഷെ അവനാണെങ്കിലോ ഇതൊന്നും നോക്കാണ്ട് പിന്നെ നമ്മുടെ കോങ്ങിനെ അങ്ങ് ഉപദ്രവിക്കാൻ നിൽക്കുക. പിന്നെ നമ്മുടെ കോങ് വെറുതെ ഇരിക്കുവോ, അവനെ പിടിച്ച് തിരിച്ച് കൊക്കയിലോട്ട് തന്നെ ഇടുന്നുണ്ട്. അങ്ങനെ ഇതിൻ്റെ ഇടയിലാണ് ഒരുത്തർ രക്ഷപ്പെടുന്നത്. പിന്നെ ബാക്കിയുള്ളത് നമ്മുടെ കുട്ടിക്കുരങ്ങൻ മാത്രമാണ്. അവനക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. അങ്ങനെ ഈ ടൈമിൽ നമ്മുടെ കോങ് അവൻ്റെ കൂടെയുള്ളവരൊക്കെ കാണിച്ചു തരാൻ പറയുന്നുണ്ട്. പക്ഷെ ഈ ടൈമിൽ നമ്മുടെ കുട്ടിക്കുരങ്ങനാണെങ്കിൽ ലേശം മുടയാണ്. പക്ഷെ ഇത് കണ്ടപാട് നമ്മുടെ കോങ് ഒന്ന് വരട്ടുന്നുണ്ട്. ഇത് കണ്ടപാട് ഇവനാണെങ്കിലോ അങ്ങ് വഴിയും കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും പുറപ്പെട്ടു. അങ്ങനെ അടുത്ത സീനി കാണിക്കുന്നത് നമ്മുടെ ആൻഡ്രൂസിനെ ടീമിനെയാണ്. ഇവർ നമ്മുടെ ഔട്ട് പോസ്റ്റിലത്തെ ക്യാമറയും കാര്യങ്ങളൊക്കെ ഓണാക്കി നോക്കുന്നുണ്ട്. അങ്ങനെ ഫുട്ടേജ് കിട്ടി. വലിയൊരു കുരങ്ങൻ, വലിയൊരു എയ്പ്പ്, ഇവൻ വന്നിട്ട് ഈ ഒരു സ്ഥലം മൊത്തം ഇല്ലാണ്ടാക്കിയിരിക്കുകയാണ്. ഇത് കണ്ടപാട് നമ്മുടെ ആൻഡ്രൂസും ടീമും ആകെ ഞെട്ടിത്തെരിച്ച് നിൽക്കുന്നുണ്ട്. അതുമാത്രമല്ല ഈ ഒരു കറക്റ്റ് ടൈമിലാണ് ഇവരുടെ ഈ റോക്കറ്റിനകത്തോട്ട് ഒരു സിഗ്നൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതേ സെയിം ഡിസ്ട്രസ് കോൾ. നമ്മുടെ മിഗായലിനാണെങ്കിൽ പെട്ടെന്ന് കൺട്രോളൊക്കെ പോകുന്നുണ്ട്. ഈ ഒരു ഫ്ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തന്നെ പൊക്കോണ്ടിരിക്കുക. ഈ ടൈമിൽ നമ്മുടെ ജിയ പറയാണ് ആ ഒരു സിഗ്നൽ എനിക്കും കിട്ടുന്നുണ്ട്, ആ ഒരു മലക്കടുത്ത് നിന്നാണ് അത് വന്നുകൊണ്ടിരിക്കുന്നത്, എത്രയും പെട്ടെന്ന് നമുക്ക് അങ്ങോട്ടേക്ക് പോകണം. അങ്ങനെ അവർ ഈ ഒരു ഫ്ലൈറ്റ് കൺട്രോൾ ചെയ്യുന്നു. നമ്മുടെ ജിയ പറഞ്ഞ സ്ഥലത്തോട്ട് ഈ ഒരു ഫ്ലൈറ്റ് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ അവർ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. ഇവിടുന്ന് 2 മൈലൊക്കെ നടക്കണം. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ട്രാപ്പറിന് ഒരുമാതിരി ഫീലിംഗ് കിട്ടുന്നത്, ഒരുമാതിരി സ്മെല്ലൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇവനൊരു ടൈറ്റൻ ഡോക്ടർ ആണല്ലോ, അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അവൻ ക്യാച്ച് ചെയ്യും. എന്നാൽ ഈ ടൈമിൽ നമ്മുടെ മിഗായൽ പറയാണ് എന്റെ ട്രാപ്പറെ നിനക്ക് വല്ല പ്രാന്തുണ്ടാ, ഇവിടെ ഒന്നുമില്ല, അവിടെ സേഫാ. ഇത് പറഞ്ഞ് നാക്കെടുത്തില്ല. അവന്മാരുടെ പിന്നിൽ ഒരു മരം ഇരിക്കുന്നുണ്ട്. ഈ മരം വന്നിട്ട് നമ്മുടെ മിഗായലിനെ അങ്ങ് വിഴുങ്ങ്. ഇത് കണ്ടപാട് നമ്മുടെ ആൻഡ്രൂസും ടീം അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട്. ഇവന്മാരിത് കണ്ടിട്ട് ആകെ പേടിച്ചിട്ടിരിക്കുക. കാരണം ഒരു മരം വരെ ഇവനെ വിഴുങ്ങിയിട്ടുണ്ട്. സോ ഇവിടുത്തെ ടൈറ്റൻസ് മുതൽ മരത്തിന് വരെ വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെ അടുത്ത സീനി കാണിക്കുന്ന സ്പെയിനാ. ഇവിടെ നമ്മുടെ ഗോഡ്സില്ല ഓഷ്യനിലോട്ട് അങ്ങ് ഇറങ്ങ്, അതും ആർട്ടിക് ഓഷ്യനിലോട്ട്. ആർട്ടിക് ഓഷ്യനിലോട്ട് ഇവനിങ്ങനെ പൊക്കോണ്ടിരിക്കുന്നുണ്ട്. ഇവന്റെ പിന്നാലെ തന്നെ സബ്മറീൻസും പോകുന്നുണ്ട്. കാരണം ഇവൻ എങ്ങോട്ടാ പോകുന്നതെന്നുള്ളത് എല്ലാവർക്കും അറിയണം. അതിന് ഇവർ നമ്മുടെ ആർട്ടിക് ഓഷ്യന്റെ അടുത്തുള്ള ടൈറ്റൻസിനൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ഇവർക്കൊരു കാര്യം കിട്ടുന്നത്. ഈ ആർട്ടിക് ഓഷ്യനിൽ ഒരു ടൈറ്റൻ ഉണ്ട്, അതും ടൈമറ്റ് എന്ന് പറയുന്ന ഒരു ടൈറ്റൻ. ഇവൻ ഭയങ്കര പവറുള്ള ഒരുത്തനാണ്. നമ്മുടെ ഗോഡ്സിലൊക്കെ എങ്ങനെയാണോ അറ്റോമിക് പവർ ഉള്ളത്, അറ്റോമിക് ബ്രത്ത് ഉള്ളത്, അതുപോലെ തന്നെ ഇവനക്കും പ്രത്യേകതരം പവറൊക്കെ ഉണ്ട്. സോ ഇവനെ കൊന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗോഡ്സിലൊക്കെ ഒരു പവർ കിട്ടും.
അതിനർത്ഥം നമ്മുടെ ഗോഡ്സില്ല സൂപ്പർ ചാർജ് ആവും. പക്ഷെ ഇത്രയധികം പവറൊക്കെ ഇട്ട് നമ്മുടെ ഗോഡ്സില്ല എങ്ങോട്ടായിരിക്കും പോകുന്നുണ്ടാവുക? യാതൊരു ഐഡിയ ഇല്ല. എന്തായാലും ഒരു സിഗ്നൽ ഫോളോ ചെയ്തിട്ടാണ് നമ്മുടെ ഗോഡ്സില്ല ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. അങ്ങനെ അടുത്ത സീനെ കാണിക്കുന്നത് നമ്മുടെ ആൻഡ്രൂസിന്റെ ടീംസിനെയാണ്. ഇവരിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർക്ക് ഇങ്ങനെ കുറെ തൂണുകളൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഹോളോ എർത്തിൽ തൂണോ? അതിനർത്ഥം ഇവിടെ മനുഷ്യരുണ്ടായിരുന്നു, അല്ലെങ്കിൽ മനുഷ്യരുണ്ടാവണം. ഹോളോ എർത്തിലൊക്കെ മനുഷ്യരുണ്ടാവുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക്കാണ്. അത് മാത്രമല്ല, ഈ ഒരു തൂണിൻ്റെ മുകളിലായിട്ട് കുറേ സിമ്പിൾസ് ഒക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. അതും നമ്മുടെ EV ട്രൈബിൻ്റെ സിമ്പിൾസ്, അതായത് നമ്മുടെ ജിയയുടെ ട്രൈബിൻ്റെ സിമ്പിൾസ്. പക്ഷെ ഇതിനാണെങ്കിൽ സെഞ്ചുറീസ് ഒക്കെ പഴക്കമുണ്ട്. അങ്ങനെ ഇവരിങ്ങനെ ഫ്രണ്ടിലോട്ട് നടക്കാൻ ഈ ടൈമിലാണ് ഇവർ വലിയൊരു ബിൽഡിംഗ് കാണുന്നത്. ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലാണെങ്കിലോ ഒരു മോൺസ്റ്ററിൻ്റെ രൂപം കൊത്തി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടപാട് നമ്മുടെ ആൻഡ്രൂസ് പറയാണ്, ഇതാണ് മോത്ര, ക്വീൻ ഓഫ് മോൺസ്റ്റേഴ്സ്. ഹോളോ എർത്തിലെ മോൺസ്റ്റേഴ്സിന്റെ ക്വീനാണ് ഇവള്. സോ ഇത്രയും വലിയൊരു ക്വീനൊക്കെ ഇവിടെ കുത്തി വെക്കണമെന്നുണ്ടെങ്കിൽ ഇതൊരു അമ്പലമായിരിക്കണം, ആളുകളൊക്കെ വർഷിപ്പ് ചെയ്യുന്ന ഒരു സ്ഥലമായിരിക്കണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ജിയോ ഒരു കാഴ്ച കാണുന്നത്. ഒരു തിളങ്ങുന്ന ഒരു തുമ്പി. ഈ തുമ്പി വന്നിട്ടാണെങ്കിലോ ഒരു ബട്ടന്റെ മുകളിലാണ് ഇരിക്കുന്നത്. ഇത് കണ്ടപാട് നമ്മുടെ ജിയോ പിന്നെ വെറുതെ ഇരിക്കുമോ? ഈ ബട്ടൺ പോയിട്ട് അങ്ങ് അമർത്തുന്നുണ്ട്. ഈ ഒരു കറക്റ്റ് ടൈമിലാണ് അവിടെ നിന്ന് ഇങ്ങനെ കുറേ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. 8 സൈഡിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്നുണ്ട്. നമ്മുടെ ജിയോ ആണെങ്കിൽ ഈ ഒരു വെള്ളം ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ അവൾ ചെന്നെത്തുന്നത് വലിയൊരു ചുവരിനടുത്താ. പക്ഷേ ഈ ചുവരാണെങ്കിലോ ഭയങ്കര ഓർഗാനിക്കാ. ആദ്യം അങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇലക്ട്രിക് ചാർജസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അതിന് ഇത് കാണുമ്പോൾ നമ്മുടെ ട്രാപ്പർ പറയാണ്, ഇതൊരു ബയോ ഇലക്ട്രിക് ഹബ്ബാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നമ്മുടെ ജിയ ഇതിങ്ങനെ മെല്ലെ കീറി നോക്കുന്നുണ്ട്. എല്ലാവരും പറയുന്നുണ്ട് കീറണ്ടാന്നൊക്കെ, പക്ഷെ നമ്മുടെ ജിയ ആണെങ്കിലോ അങ്ങ് കീറി നോക്കുക. ഇത് കീറിയ പാട് ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഭയങ്കര വെളിച്ചങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കണ്ടപാട് നമ്മുടെ ആൻഡ്രൂസും കൂടി ഇവളങ്ങ് സഹായിക്കാൻ കീറാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇത് കീറി കഴിഞ്ഞപ്പോൾ അവർ മറ്റൊരു ലോകമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ ജിയയുടെ സ്വപ്നത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അതേ ലോകം. ഇത് കണ്ടപാട് ഇവരിങ്ങനെ ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുക. സോ ജിയയുടെ സ്വപ്നത്തിൽ ഈ ഒരു ലോകം വരുന്നുണ്ടെങ്കിൽ അവിടുന്ന് തന്നെയായിരിക്കും ഈ ഒരു സിഗ്നലും വരുന്നുണ്ടാവുക. സോ പിന്നെ പറയണ്ടല്ലോ, എല്ലാ അവന്മാരും കൂടിയിട്ട് അതിനകത്തോട്ടങ്ങ് കയറുന്നുണ്ട്. അങ്ങനെ ഇതിൻ്റെ ഇടയിലാണ് നമ്മുടെ മിനി കോങ്ങിനെയും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മിനി കോങ്ങാണ് ഈ വെള്ളം കുടിക്കാനെന്ന് പറഞ്ഞിട്ട് ഒരു റിവറിന്റെ സൈഡിലോട്ട് പോകുന്നുണ്ട്. പിന്നാലെ നമ്മുടെ കോങ്ങും പോകുന്നുണ്ട്. പക്ഷെ ഈ ഒരു തക്കം നോക്കി നമ്മുടെ മിനി കോങ് ഈ ഒരു വെള്ളത്തിൽ നിന്ന് അങ്ങ് കയറി പോവാൻ കാരണം വേറെ ഒന്നല്ല, ഈ ഒരു വെള്ളത്തിനടിയിൽ ഒരു ട്രാപ്പ് ഉണ്ട്. അത് അറിഞ്ഞിട്ട് തന്നെയാണ് നമ്മുടെ മിനി കോങ്ങിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ കോങ് ഒന്ന് ജസ്റ്റ് തിരിഞ്ഞു നോക്കുന്നുണ്ട്. ആ സമയത്ത് അവൻ കാണുന്നത് വലിയൊരു പാമ്പിനെയാണ്. ഈ പാമ്പ് വന്നിട്ട് നമ്മുടെ കോങ്ങിനെ അങ്ങ് വെള്ളത്തിൻ്റെ അടിയിലോട്ട് അങ്ങ് കൊണ്ടുപോവാൻ. നമ്മുടെ മിനി കോങ് ആണെങ്കിലോ അവിടെ രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ മിനി കോങ്ങിന് അറിയാത്തൊരു സംഭവമുണ്ട്. ഇത് കോങ്ങ. ഈ പല്ലും പാമ്പൊന്നും അവനക്കൊരു വിഷയമേ അല്ല. അങ്ങനെ പാമ്പിനെ പിടിക്കുന്നു, 4 കഷ്ണങ്ങളാക്കുന്നു, നമ്മുടെ മിനി കോങ്ങിന്റെ മുന്നിലോട്ട് അങ്ങ് എറിഞ്ഞു കൊടുക്കുന്നു. മിനി കോങ് ആണെങ്കിലും ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കോങ് ഈ പിടിച്ച പാമ്പിനൊക്കെ എന്നെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ഇവൻക്കാണെങ്കിലും നമ്മുടെ മിനി കോങ്ങിനാണെങ്കിലോ ഭയങ്കര വിശപ്പുണ്ട്. പക്ഷെ എങ്ങനെ ചോദിക്കും? പക്ഷെ എന്നാലും ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ നമ്മുടെ കോങ് ആണെങ്കിലോ കൊടുക്കാണ്ടിരിക്കുന്നില്ല. ഭക്ഷണം അവനക്ക് അങ്ങ് കൊടുക്കാൻ. ഇത് കാണുമ്പോൾ നമ്മുടെ മിനി കോങ്ങിനാണെങ്കിൽ ഒരു ട്രസ്റ്റും കാര്യങ്ങളൊക്കെ മെല്ലെ മെല്ലെ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അടുത്ത സീനി കാണിക്കുന്നത് നമ്മുടെ ഗോഡ്സിലേനാണ്. ഗോഡ്സിലെ പുഷ്പം പോലെ നമ്മുടെ ടൈമറ്റിനെ തീർക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഈ ഒരു സബ്മറീൻസുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഇവരിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ ഗോഡ്സില ഈ ടൈമറ്റിന്റെ ലെയറിലോട്ട് അങ്ങ് കടന്നു പോകുന്നുണ്ട് അവന്റെ പവേഴ്സ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അടുത്ത സീനി കാണിക്കുന്നത് നമ്മുടെ ആൻഡ്രൂസിന്റെ ടീമിനെ. ഇവിടെ നമ്മുടെ ജിയ പറയാണ്, എനിക്കെന്തോ ഫീൽ ചെയ്യുന്നുണ്ട്, ഇവിടെ ആരൊക്കെയോ ഉണ്ട്. ഇത് പറഞ്ഞു നാക്കെടുത്തില്ല. അപ്പൊ തന്നെ ഒരു കൂട്ടം മനുഷ്യന്മാർ വന്നിട്ട് ഇവരെ അങ്ങ് ക്യാപ്ചർ ചെയ്യാൻ. ഇവരിങ്ങനെ വെപ്പൺസ് ഒക്കെ എടുത്ത് നിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ജിയനെ കണ്ടപാട് ഇവരെല്ലാവരും ഇങ്ങനെ വെപ്പൺസ് ഒക്കെ താഴ്ത്തുക. ഇതിന് കാരണം വേറെ ഒന്നല്ല, നമ്മുടെ ജിയ ഒരു EV ട്രൈബാണ്. അതുപോലെ തന്നെ ഇവരും EV ട്രൈബാണ്. അതിന് ഇവരുടെ സ്ഥലത്തോട്ട് നമ്മുടെ ആൻഡ്രൂസിന്റെ ടീമിനെ കൊണ്ടുപോകുന്നുണ്ട്. അവിടെ വെച്ചിട്ട് ഇവർ ഭയങ്കര കാഴ്ചകളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള വലിയൊരു ക്രിസ്റ്റൽസ് ഒക്കെയാണ് ഇവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, അവിടെ ഇഷ്ടംപോലെ ആളുകളുണ്ട്. പിന്നെ പോരാത്തിന് നമ്മുടെ ജിയക്ക് ഇവരുടെ മൈൻഡൊക്കെ റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ആൻഡ്രൂസ് പതുക്കൊന്ന് മുകളിലോട്ട് നോക്കുന്നുണ്ട്. അപ്പോഴാണ് അവൾ ആ ഒരു കാഴ്ച കണ്ടത്. ഇഷ്ടംപോലെ പോർട്ടൽസാണ്, നമ്മുടെ എർത്തിലോട്ട് പോകാനുള്ള പോർട്ടൽസ്. അങ്ങനെ അങ്ങോട്ടേക്ക് ഇവരുടെ ഹെഡ് വരുന്നുണ്ട്. വരികയെന്ന് മാത്രമല്ല, ഇവള് നമ്മുടെ ജിയനെ മാത്രം അങ്ങനെ പിടിച്ചുകൊണ്ട് പോകാൻ. ഇത് കാണുമ്പോൾ നമ്മുടെ ആൻഡ്രൂസിൻ്റെ ടീമാണെങ്കിലും ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഈ ടൈമിൽ നമ്മുടെ ജിയ പറയാണ്, കുഴപ്പമില്ല, ഞാൻ ഓക്കെയാണ്. ഇതും പറഞ്ഞ് നമ്മുടെ ജിയനെ അങ്ങ് കൊണ്ടുപോകാൻ. ശേഷം അവരുടെ ഹെഡാണെങ്കിലോ നമ്മുടെ ജിയയുടെ കയ്യിൽ ഇങ്ങനെ കൈ വെച്ച് നോക്കുന്നുണ്ട്. ഈ ടൈമിൽ നമ്മുടെ ജിയയുടെ പാസ്റ്റ് എല്ലാം നമ്മുടെ ഹെഡിന് കിട്ടുന്നുണ്ട്. പിന്നെ പോരാത്തന്നെ ഒരു ട്രൈബിനകത്തുള്ള എല്ലാവരും മൈൻഡ് ഉപയോഗിച്ചിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജിയോ ഉൾപ്പെടെ. ജിയൊക്കെ അവരുടെ മൈൻഡൊക്കെ അങ്ങനെ റീഡ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹെഡ് ഇവർക്ക് എല്ലാവർക്കായിട്ട് ഒരു കാര്യം കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ സിഗ്നൽ എവിടെ നിന്നാണോ വരുന്നത് ആ ഒരു സ്ഥലം കാണിച്ചു കൊടുക്കാൻ വലിയൊരു ക്രിസ്റ്റലാണ് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ സിഗ്നൽ ഇവർ കൊടുക്കുന്നത് നമ്മുടെ ഗോഡ്സിലേക്കാണ്. ഗോഡ്സിലേനെ വിളിച്ച് വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവർ. സോ ഇവരാണ് ഈ ഒരു SOS കോള് അല്ലെങ്കിൽ ഒരു ഡിസ്ട്രസ് കോള് വിട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്തിനായിരിക്കും? അതിന് ഇവർ നമ്മുടെ ആൻഡ്രൂസിനെയും ടീംസിനെയും അണ്ടർ
അണ്ടർഗ്രൗണ്ടിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിനകത്താണ് ഈ ഫുൾ EV സ്ക്രിപ്റ്റാ. നമ്മുടെ ആൻഡ്രൂസ് ആണെങ്കിൽ ഇത് വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പണ്ട് കാലത്ത് ഹോളോ എർത്തും സർഫസ് വേൾഡും ഭയങ്കര സമാധാനത്തിലാണ് പൊക്കോണ്ടിരുന്നത്. നേച്ചറിന്റെ ഗാർഡിയൻസ് ആയിരുന്നു ടൈറ്റൻസ്. അത് മാത്രമല്ല നമ്മുടെ ഹ്യൂമൻ കൈൻഡ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത് കുരങ്ങന്മാരായിരുന്നു, എയ്പ്സ് ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു എയ്പ്സിന്റെ റൂത്ത്ലെസ് കിങ് ആയ സ്കാർ കിങ് സർഫസ് വേൾഡുമായിട്ട് ഒരു യുദ്ധം പ്രഖ്യാപിക്കുന്നത്. അവൻക്ക് എങ്ങനെയും ഒരു സർഫസ് വേൾഡ് പിടിച്ചെടുക്കണം, അത് ഭരിക്കണം. പക്ഷെ അതിന് ഗോഡ്സില്ല ഒരു ഭീഷണിയായിരുന്നു. സോ ഗോഡ്സിലിനെ അവസാനിപ്പിക്കാനായിട്ട് നമ്മുടെ സ്കാർ കിങ് തീരുമാനിച്ചു. അങ്ങനെ യുദ്ധം തുടങ്ങി. പക്ഷെ യുദ്ധത്തിന്റെ അവസാനം തോറ്റുപോയത് നമ്മുടെ സ്കാർ കിങ്ങാ. സ്കാർ കിങ്ങിനെയും ബാക്കിയുള്ള എയ്പ്സിനൊക്കെ ഹോളർത്തിൽ ഒരു സ്പെഷ്യൽ റെൽമായ ഒരു പ്രിസണിനകത്ത് നമ്മുടെ ഗോഡ്സില്ല പൂട്ടിയിട്ടു. അങ്ങനെ കുറെ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കോങ്ങിന് ഇവിടേക്ക് ഇറക്കി. കോങ് ആണെങ്കിൽ അവന്റെ ആളുകളൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുക. സോ എന്തായാലും കോങ് അവരെ കണ്ടുപിടിക്കും. അത് മുൻകൂട്ടി കണ്ടിട്ടാ ഈ EV ട്രൈബ് ഗോഡ്സിലിനെ വിവരം അറിയിച്ചത്. കാരണം നമ്മുടെ സ്കാർ കിങ് പുറത്തു വന്നാൽ അവൻ സർഫേസ് വേൾഡ് എന്തായാലും പിടിച്ചെടുക്കും. കാരണം സ്കാർ കിങ് ഇപ്പോൾ ഒറ്റയ്ക്കല്ല, അവന്റെ കൂടെ ഷിമോ എന്ന് പറയുന്ന ഒരു ഏൻഷ്യൻ ടൈറ്റൻ ഉണ്ട്. ഐസേജുകളിൽ ജീവിച്ച ഒരു ഏൻഷ്യൻ ടൈറ്റൻ. ആ ഷിമോയെ വേദന കൊണ്ട് അടിമയാക്കിയിരിക്കുകയാണ് നമ്മുടെ സ്കാർ കിങ്. സോ ഗോഡ്സില്ല ഇങ്ങോട്ടേക്ക് വരണം. കാരണം സ്കാർ കിങ് എപ്പോഴാണെങ്കിലും പുറത്തു വരാം. ഇവിടെ കോങ് ആണെങ്കിൽ അവന്റെ വർഗത്തെ തപ്പി നടക്കുക. അവനെങ്ങാനും സ്കാർ കിങ്ങിനെ കണ്ടെത്തിയ ഒരു പ്രസന്റ് ചിലപ്പോൾ അവൻ തുറന്നു കൊടുക്കും. കാരണം അത് അവന്റെ വർഗ്ഗമാണ്. അതുകൊണ്ട് ഒരു മുൻകരുതലാണ് ഗോഡ്സില്ല. പക്ഷെ ആ ഒരു യുദ്ധത്തിൽ ഗോഡ്സില്ല ഒരു വിധത്തിലാണ് രക്ഷപ്പെട്ടത്. പക്ഷെ ഇനി അങ്ങനെ ആയിരിക്കില്ല. കാരണം അവന്റെ കൂടെ അവന്റെ ഏലയുണ്ട്, ദ ക്വീൻ ഓഫ് മോൺസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന മോത്ര. പക്ഷെ മോത്രനെ അവേക്കൺ ചെയ്യണമെങ്കിൽ അത് നമ്മുടെ ജിയ വിചാരിക്കണം. കാരണം ഇവർക്കിടയിൽ ഒരു വിശ്വാസമുണ്ട്, ലോകാവസാന സമയത്ത് സ്കൾ ഐലൻഡിൽ നിന്നും ഒരാൾ തിരിച്ചു വരും, അതും വർഷങ്ങൾക്ക് ശേഷം. അങ്ങനെ തിരിച്ചു വന്നിട്ടുള്ള ഏക വ്യക്തി നമ്മുടെ ജിയയാണ്. ഇവരുടെ വിശ്വാസം അനുസരിച്ചിട്ട് ജിയ വേണം ഇനി നമ്മുടെ മോത്രനെ അവേക്കൺ ചെയ്യാനായിട്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കോങ് മിനി കോങ്ങിന്റെ സ്ഥലത്തോട്ടങ്ങ് എത്തുന്നത്. അവിടെയാണെങ്കിൽ ഒരു KGF സെറ്റപ്പാണ്. ഈ പാവപ്പെട്ട കുരങ്ങന്മാരെ കൊണ്ടൊക്കെ ഇങ്ങനെ പണിയെടുപ്പിച്ചുകൊണ്ടിരിക്കുക, ശക്തരായ കുരങ്ങന്മാര്. അതുമാത്രമല്ല ഇവിടെ പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ എങ്ങനെ കുഴഞ്ഞു വീണാൽ തീർന്ന്. ആരോഗ്യമില്ല എന്നും പറഞ്ഞിട്ട് തല വരെ അറുത്തെടുക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ മിനി കോങ്. അതുമാത്രമല്ല മിനി കോങ്ങിന്റെ ഫാമിലി ഉണ്ട്. അങ്ങനെ നമ്മുടെ കോങ് അകത്ത് കയറി ഇവൻ കണ്ടപാട് കാണുന്ന കാഴ്ച ഒരു കുരങ്ങൻ പണിയെടുക്കാൻ വയ്യാണ്ട് തളർന്നു വീഴുന്നതാ. ഇത് കണ്ടപാടി നമ്മുടെ ശക്തരായ കുരങ്ങന്മാരാണെങ്കിലോ ഇവനെ കൊല്ലാൻ വരുന്നുണ്ട്. സോ നമ്മുടെ കോങ് പിന്നെ വെറുതെ ഇരിക്കോ, ഈ മയങ്ങി വീണവന് കൈ കൊടുത്ത് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. ഇത് ബാക്കി കുരങ്ങന്മാർക്കാണെങ്കിലോ ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ അവന്മാര് വരുന്നുണ്ട്. അങ്ങനെ അവനടിച്ചിട്ടാണ് നമ്മുടെ കോങ്. ഇത് കണ്ടപാട് നമ്മുടെ കുരങ്ങന്മാര് അവരുടെ കിങ്ങിനെ വിവരം അറിയിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കിങ് പുറത്തോട്ട് വന്നു. നമ്മുടെ ആൻഡ്രൂസ് പറഞ്ഞ അതേ സെയിം സ്കാർ കിങ്. അവന്റെ കഴുത്തിലാണെങ്കിലോ എല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു ചെയിൻ പോലത്തെ ഒരു സംഭവമൊക്കെ ഉണ്ട്. അതിൻ്റെ അറ്റത്തായിട്ട് ഒരു ചെറിയ ക്രിസ്റ്റലും. അവൻ വന്നപാട് പോകുന്നത് നമ്മുടെ മിനി കോങ്ങിന്റെ അടുത്തോട്ടാണ്. കാരണം നമ്മുടെ കോങ്ങിനെ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ മിനി കോങ് ആണ്. അപ്പൊ നമ്മുടെ മിനി കോങ്ങിനെ അങ്ങനെ കൊല്ലാൻ വേണ്ടി നിൽക്കുകയാണ് നമ്മുടെ സ്കാർ കിങ്. എന്നാൽ ഇതാണെങ്കിലോ നമ്മുടെ മിനി കോങ്ങിന്റെ ഫാമിലി വന്നിട്ട് തടയുന്നുണ്ട്. ഇതാണെങ്കിൽ നമ്മുടെ സ്കാർ കിങ്ങിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. അവനെടുത്തിട്ട് അങ്ങ് തീയിലോട്ട് ഇടേ. ഇത് കണ്ടപാട് നമ്മുടെ മിനി കോങ്ങിനാണെങ്കിലോ ആകെ ഭ്രാന്തെടുക്കുന്നുണ്ട്. അത് മാത്രമല്ല ഈ ഒരു ദൃശ്യം കണ്ടപാട് നമ്മുടെ കോങ് അവൻ പിന്നെ വെറുതെ ഇരുന്നില്ല. നമ്മുടെ സ്കാർ കിങ്ങുമായിട്ട് ഫൈറ്റിനിറങ്ങുക. അങ്ങനെ അവൻ ഫൈറ്റിനിറങ്ങി. സ്കാർ കിങ്ങും നമ്മുടെ കോങ്ങും തമ്മിൽ കിടിലൻ ഫൈറ്റാണ് അവിടെ. നമ്മുടെ കോങ്ങിനാണെങ്കിലോ നല്ല രീതിക്ക് തന്നെ കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മുടെ കോങ് അവസാനം നമ്മുടെ കിങ്ങിനെ എടുത്തിട്ട് അങ്ങ് മലർത്തി അടിക്കുക. ഇതാണെങ്കിൽ നമ്മുടെ കിങ്ങിന് ഇഷ്ടപ്പെട്ടില്ല. സോ കിങ് അവൻ്റെ ആയുധമായ നമ്മുടെ ഷിമോനെ പുറത്തിറക്കുന്നുണ്ട്. ഇത് കണ്ടപാട് നമ്മുടെ കോങ്ങാണെങ്കിൽ ആകെ ഞെട്ടി നിൽക്കുക. ഈ ഷിമോനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ക്രിസ്റ്റൽ കൊണ്ടാണ്. ആ ക്രിസ്റ്റൽ കാണിക്കുമ്പോൾ നമ്മുടെ ഷിമോക്ക് ഭയങ്കരമായിട്ട് വേദനിക്കും. ആ ഒരു പെയിനിലാണ് നമ്മുടെ ഷിമോ അങ്ങനെ അടിമയായിട്ടിരിക്കുന്നത്. അങ്ങനെ ഷിമോ വരുന്നു, നമ്മുടെ കോങ്ങിന്റെ മേത്തോട്ട് അങ്ങ് ഊതുന്നു. അവന്റെ വായിന്നാണെങ്കിലോ ഭയങ്കരമായിട്ട് ഐസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഐസാണെങ്കിൽ നമ്മുടെ കോങ്ങിനെ തടയാൻ നോക്കുന്നുണ്ട് അവന്റെ മറ്റേ വെപ്പൺ ഉപയോഗിച്ചിട്ട്. പക്ഷെ നമ്മുടെ കോങ്ങിനെ കൊണ്ട് പറ്റുന്നില്ല. അവന്റെ കൈയടക്ക ഐസായി പോവാൻ. അങ്ങനെ നമ്മുടെ കോങ്ങിന് തീരെ വയ്യാണ്ടായിട്ടുണ്ട്. അവനക്ക് ഫൈറ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. ഈ സമയത്ത് നമ്മുടെ മിനി കോങ് ആണെങ്കിലോ ഒരു ഡോർ അങ്ങ് ഓപ്പൺ ആക്കി കൊടുക്കുക നമ്മുടെ കോങ്ങിനെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. നമ്മുടെ കോങ് പുറത്ത് കിടക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ കോങ്ങിന്റെ പിന്നാലെ ഒരു കൂട്ടം കുരങ്ങന്മാരെയാണ് നമ്മുടെ സ്കാർ കിങ് വിട്ടിട്ടുള്ളത്. നമ്മുടെ കോങ് അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. കോങ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇവന്റെ ഹണ്ടിങ് ഗ്രൗണ്ടിലോട്ടാണ്. അതായത് ഇവൻ ട്രാപ്പ് വെച്ചിട്ടുള്ള സ്ഥലത്തോട്ട്. പല ടൈപ്പ് ട്രാപ്സ് ആണ് നമ്മുടെ കോങ് ഇവിടെ വെച്ചിട്ടുള്ളത്. കാരണം ഇത് അവന്റെ സ്ഥലമാണ്. അതിന് ഈ ട്രാപ്പിനകത്ത് പെട്ടിട്ട് 2-3 കുരങ്ങന്മാരൊക്കെ മരിക്കുന്നുണ്ട്. അതിന് അവസാനം നമ്മുടെ കോങ്ങിന് ഓടാൻ വഴിയില്ല എന്നല്ല, കോങ് നമ്മുടെ അവസാനത്തെ ട്രാപ്പിനടുത്ത് എത്തിയിട്ടുണ്ട്. അങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട് ഈ ഒരു കുരങ്ങന്മാരൊക്കെ. പക്ഷെ ഈ കുരങ്ങന്മാർക്ക് മനസ്സിലായി ഇതൊരു ട്രാപ്പ് ആണെന്നുള്ളത്. കാരണം ഈ വരുന്ന വഴിക്കൊക്കെ കുറെ ട്രാപ്പ് കണ്ടതാണ്. അപ്പൊ എന്തായാലും ഇതൊരു ട്രാപ്പാണെന്നുള്ളത് അവർക്ക് മനസ്സിലായി. ആ ട്രാപ്പിന് വെച്ചിട്ടുള്ള ഒരു കയറുണ്ടല്ലോ അത് അവരങ്ങ് കാണുക. സോ അവരതിൽ ചവിട്ടുന്നില്ല. അവരതിന്റെ മുകളിൽ കൂടെ കാലങ്ങ് വെച്ച് വരിക. സോ നമ്മുടെ കോങ്ങിന് ഇനി രക്ഷയില്ല, ഫൈറ്റ് ചെയ്തേ പറ്റുള്ളൂ. എന്നാൽ നമ്മുടെ കോങ്ങിന്റെ കണ്ടീഷൻ നല്ല മോശമാണ്. എന്നാൽ ഈ സമയത്ത് നമ്മുടെ മിനി കോങ് അങ്ങ് വരിക. മിനി കോങ് വരിക എന്ന് മാത്രമല്ല, മുകളിലിരിക്കുന്ന ഒരു ട്രാപ്പ് ഉണ്ടല്ലോ അത് കയർ മുറിക്കാണ്ട് തന്നെ മുകളിൽ നിന്ന് അങ്ങ് തള്ളിയിടേ. അങ്ങനെ കൊല്ലാൻ വന്ന എല്ലാ കുരങ്ങന്മാരും പടമായിട്ടുണ്ട്. അങ്ങനെ മിനി കോങ് വരുന്നു, നമ്മുടെ കോങ്ങിനെ കൊണ്ട് മറ്റൊരു സ്ഥലത്തോട്ട് മാറുന്നു.
പക്ഷെ ഇവർ കാണാത്തൊരു കാഴ്ചയുണ്ടായിരുന്നു. കൊല്ലാൻ വന്നവരിൽ ഒരുത്തൻ ജീവനോടെ ബാക്കിയുണ്ട്. അവൻ ഇവരെ അങ്ങ് ഫോളോ ചെയ്യേ. അങ്ങനെ നമ്മുടെ കോങ് നേരെ പോകുന്നത് നമ്മുടെ EV ട്രൈബിന്റെ അടുത്തോട്ടാ. അങ്ങനെ EV ട്രൈബുകാരാണെങ്കിലോ ഈ ഒരു വാതിലൊക്കെ തുറന്ന് കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടപാട് നമ്മുടെ ബേണിയും ടീംസും ഇങ്ങനെ ആകെ ഞെട്ടി നിൽക്കുക, കോങ്ങിനെ ഇങ്ങനെ ഈ ഒരു സ്ഥലം അറിയാന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷേ അവൻക്കറിയാം, കാരണം ഇവിടെ ഉള്ളത് നമ്മുടെ ജിയയാണ്. ജിയനെ സെൻസ് ചെയ്തിട്ടാണ് നമ്മുടെ കോങ് വന്നിട്ടുള്ളത്. അങ്ങനെ കോങ് വരുന്നു, വന്ന പടൻ അങ്ങ് മയങ്ങി വീഴുക. അവനക്ക് തീരെ വയ്യ. അങ്ങനെ ഈ ടൈമിൽ നമ്മുടെ ജിയ വന്നിട്ട് അവനെ സമാധാനിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അത് മാത്രമല്ല നമ്മുടെ മിനി കോങ് ഉണ്ടല്ലോ, അവൻ അവിടുന്ന് പേടിച്ചോടില്ല, കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൂടെ. ഇതേ സമയം നമ്മുടെ പിന്നിലുള്ള മറ്റേ കുരങ്ങനുണ്ടല്ലോ, ഇവരെ ഫോളോ ചെയ്യുന്ന കുരങ്ങൻ, അവനൊരു കാഴ്ച കാണുന്നുണ്ട്. സർഫേസ് വേൾഡിലോട്ടുള്ള പോർട്ടൽസ്. അവൻ നേരെ പോകുന്നു, സ്കാർക്കിങ്ങിനെ വിവരം അറിയിക്കുന്നു. സ്കാർക്കിങ് ആണ് ഈ ഒരു സർഫസ് വേൾഡ് ഇങ്ങനെ പിടിച്ചടക്കാൻ കൊതിയിൽ നടക്കുക. സോ നമ്മുടെ സ്കാർക്കിങ് ഇറങ്ങിത്തിരിക്കുന്നുണ്ട് അവൻ്റെ ഷിമോയും കൂട്ടി. അതുമാത്രമല്ല അവൻ്റെ കയ്യിലാണ് നമ്മുടെ കോങ്ങിൻ്റെ വെപ്പൺ ഇപ്പോൾ ഉള്ളത്. ഇതേസമയം നമ്മുടെ കോങ്ങിനാണെങ്കിലോ തീരെ വയ്യ. അവൻ്റെ കൈക്ക് നല്ല രീതിക്ക് തന്നെ പണി കിട്ടിയിട്ടുണ്ട്. അവനക്ക് ഈ കൈ കൊണ്ടൊന്നും ഇനി ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഈ ടൈമിൽ നമ്മുടെ ട്രാപ്പർ പറയാണ്, എർത്തിലോട്ട് എന്തായാലും നമുക്ക് കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. സോ നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുത്തെ ഔട്ട് പോസ്റ്റ് ഉണ്ടല്ലോ അവിടേക്ക് എത്തണം. അവിടെ ഒരു ഐറ്റ് ഇരിക്കുന്നുണ്ട്, പ്രോജക്റ്റ് പവർ ഹൗസ്. ഇത് കേട്ടപാട് നമ്മുടെ ആൻഡ്രൂസ് ചോദിക്കുകയാണ്, അത് വേണം, അതല്ലാണ്ട് എൻ്റെ മുന്നിൽ വേറെ വഴിയില്ല. അതിന് ഈ ടൈമിൽ നമ്മുടെ ബേണി ചോദിക്കുന്നുണ്ട്, അതെന്താ സാധനം? പ്രോജക്റ്റ് പവർ ഹൗസ്. സ്ട്രോങ് ആയ കോങ്ങിനെ ഇനിയും സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു പ്രോജക്റ്റ് തുടങ്ങി, അതാണ് പ്രോജക്റ്റ് പവർ ഹൗസ്. പക്ഷെ ഞങ്ങൾക്കത് ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വന്നു. പക്ഷെ അതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് പ്ലാൻ ഇവിടുത്തെ ഔട്ട് പോസ്റ്റിൽ ഇരിപ്പുണ്ട്. ഹോൾ എർത്തിലോട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അയച്ച ഒരു പ്രോട്ടോടൈപ്പ് പ്ലാൻ. അതിനത് ഔട്ട് പോസ്റ്റിൽ പോകുന്നു, അത് എടുത്തുകൊണ്ട് വരുന്നു, നമ്മുടെ കോങ്ങിൻ്റെ കയ്യിലങ്ങണിയുന്നു. ഇതാണെങ്കിലോ നമ്മുടെ കോങ്ങിന് വല്ലാണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. അതിന് ഈ ടൈമിൽ നമ്മുടെ ജിയ കോങ്ങിനോട് പറയാണ്, കോങ് നമുക്ക് ഹെൽപ്പ് വേണം, അതിനായിട്ട് നീ ഗോഡ്സിലിനെ കൊണ്ടുപോവാ. ഇത് കേട്ടപാട് നമ്മുടെ കോങ് ഗോഡ്സിലിനെ കൊണ്ടുവരാൻ പോകുന്നുണ്ട്. പക്ഷെ കോങ്ങും ഗോഡ്സിലും തമ്മി കണ്ടു കഴിഞ്ഞ സീനാണ്. കാരണം അതൊരിക്കൽ നമ്മൾ കണ്ടതാണ്, ഒരു സിനിമ തന്നെ അതിനെ ബേസ് ചെയ്തിട്ടായിരുന്നു. അതിന് ഈജിപ്തിത്തെ ഒരു പോർട്ടൽ ഓപ്പൺ ആക്കുന്നു, നമ്മുടെ കോങ് അകത്ത് കിടക്കുന്നു. അങ്ങനെ ഈ ഒരു കറക്റ്റ് ടൈമിൽ തന്നെ നമ്മുടെ മോത്രനെ വേക്കൺ ചെയ്യുന്നുണ്ട്, അതും നമ്മുടെ ജിയൻ ഉപയോഗിച്ചിട്ട്. അങ്ങനെ നമ്മുടെ മോത്ര ഇങ്ങനെ വരിക, അവിടെ ഭയങ്കര വെളിച്ചാണ്. ഈ വെളിച്ചത്തിന്റെ ഇടയിൽ നിന്ന് നമ്മുടെ മോത്ര ചിറക് ഇങ്ങനെ വിരിക്കുന്നുണ്ട്. ഇത് കണ്ടപാടെല്ലാവരും ഇങ്ങനെ ഞെട്ടിത്തരിച്ച് നിൽക്കുക. അങ്ങനെ ഈ ഒരു കറക്റ്റ് ടൈമിലാണ് നമ്മുടെ ഗോഡ്സിലിനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഗോഡ്സില കോങ്ങിനെ കണ്ടപാട് കോങ്ങിന്റെ അടുത്തോട്ട് വരുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഗോഡ്സില ആണെങ്കിലോ കൂടുതൽ ശക്തനായിരിക്കുകയാണ്. കാരണം നമ്മുടെ ഗോഡ്സില ടൈമണ്ണെ കൊന്നിട്ട് അവന്റെ പവർ ഒക്കെ എടുത്തിരിക്കുകയാണ്. അവന്റെ അറ്റോമിക് ബ്രത്തിന്റെ ഒരു കളർ മൊത്തം മാറിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഗോഡ്സില കോങ്ങിനെ നിൽക്കാൻ വരുന്നുണ്ട്. കോങ് ആണെങ്കിലോ തല്ലാനല്ല പറയാനാണ്, സംസാരിക്കാനെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആര് കേൾക്കാൻ? ഗോഡ്സില വരുന്നു, കോങ്ങിന്റെ അടുത്ത് പഞ്ഞിക്കിടുന്നു. അങ്ങനെ നിവൃത്തിയില്ലാത്ത നമ്മുടെ കോങ് തിരിച്ചടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഗോഡ്സിലൻ ചുരുട്ടി മടക്കി എടുക്കുന്നുണ്ട് അവന്റെ പുതിയ ഒരു ഗോൺലെറ്റ് ഉപയോഗിച്ചിട്ട്. പക്ഷെ എത്ര അടിച്ചിട്ടും കാര്യമില്ല. നമ്മുടെ ഗോഡ്സിലൻ ആള് അവന്റെ അറ്റോമിക് ബ്രത്ത് അങ്ങനെ പുറത്തെടുക്കാൻ നിൽക്കുക. ഈ ഒരു കറക്റ്റ് ടൈമിലാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ജിയും മോത്രയും കൂടി അങ്ങ് വരുന്നത്. ഈ മോത്രനെ കണ്ടപാട് നമ്മുടെ ഗോഡ്സിലാണെങ്കിലോ അങ്ങനെ അനങ്ങാണ്ട് നിൽക്കുന്നുണ്ട്. അവനിങ്ങനെ അടങ്ങി നിൽക്കുക. അങ്ങനെ നമ്മുടെ മോത്ര കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഗോഡ്സിലൊക്കെയാണെങ്കിലോ കാര്യങ്ങളൊക്കെ പിടികിട്ടി. അങ്ങനെ അടുത്ത സീനി കാണിക്കുന്നത് നമ്മുടെ ആൻഡ്രൂസിന്റെ ടീമിനെയാണ്. ഇവിടെ നമ്മുടെ വില്ലേജ് ആയിട്ട് പറയാണ്, എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്, ഗ്രാവിറ്റി മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു പരിപാടി, അത് നമുക്ക് അങ്ങ് ചെയ്യാം. ഇത് സംഭവം വേറെ ഒന്നല്ല, അവരുടെ കയ്യിൽ കുറെ പിരമിഡ്സ് ഉണ്ട്. ഇത് കൂട്ടിയിടിച്ചു കഴിഞ്ഞാൽ അവിടെ ഗ്രാവിറ്റി ഉണ്ടാവില്ല. സോ ഇങ്ങോട്ടേക്ക് വരുന്ന നമ്മുടെ സ്കാർക്കിങ്ങിനും ബാക്കിയുള്ളവർക്കും ഈ ഒരു പോർട്ടൽ ആക്സസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഗ്രാവിറ്റി ഇല്ലാത്തൊരു സ്ഥലത്ത് നിന്ന് ഫൈറ്റ് ചെയ്തിട്ട് വേണം ഈ ഒരു പോർട്ടൽ ഉപയോഗിക്കാൻ. അങ്ങനെ നമ്മുടെ ഗ്രാവിറ്റി പവർ ഇവർ സെറ്റാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ടൈമിൽ നമ്മുടെ ട്രാപ്പർ പറയാണ്, ഞാൻ കുറച്ച് റെയിൻഫോഴ്സ്മെന്റ്സിനെ ഒപ്പിച്ചിട്ട് വരാം. ഇതും പറഞ്ഞിട്ട് അവനങ്ങ് പുറത്തോട്ട് കിടക്കുക. അങ്ങനെ ഈ ഒരു കറക്റ്റ് ടൈമിലാണ് നമ്മുടെ സ്കാർക്കിങ്ങും ടീംസും കൂടിയിട്ട് ഈ ഒരു പോർട്ടൽ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇവിടെ നമ്മുടെ ആൻഡ്രൂസും ടീമാണ് ഇങ്ങനെ പെട്ട് നിൽക്കുന്നുണ്ട്. എന്താ ചെയ്യേണ്ടതെന്നൊന്നും യാതൊരു ഐഡിയ ഇല്ല. അവർക്ക് അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പിരമിഡ് കൂട്ടിയിടിക്കണം. എന്നാൽ മാത്രം മറ്റേ ഗ്രാവിറ്റി പവർ ഉണ്ടല്ലോ അത് അവിടെ ഉണ്ടാവുള്ളൂ. പക്ഷെ അതാണെങ്കിലോ നമ്മുടെ ഷിമോ വന്നിട്ട് ഐസിട്ട് തടയുന്നുണ്ട്. സോ അതും നടക്കുന്നില്ല. അങ്ങനെ ഈ സമയത്താണ് നമ്മുടെ ട്രാപ്പർ അവന്റെ റോക്കറ്റ് പറപ്പിച്ചിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പിന്നിലാണെങ്കിലോ ഇഷ്ടം പോലെ മറ്റേ മഞ്ഞ പക്ഷികൾ ഉണ്ടല്ലോ അതുണ്ട്. സോ ഇതാണ് നമ്മുടെ ട്രാപ്പർ പറഞ്ഞ മറ്റേ റെയിൻഫോഴ്സ്മെന്റ്സ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഗോഡ്സില്ലയും കോങ് കൂടിയിട്ട് ഹോളോർത്തിലോട്ട് അങ്ങ് പ്രവേശിക്കുന്നത്. പിന്നെ പറയണ്ടല്ലോ, വമ്പം ഫൈറ്റാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഷിമോ, സ്കാർക്കിങ്, കോങ്, ഗോഡ്സില്ല ഇവരിങ്ങനെ ഒരുമിച്ച് വരെ 4 പേരും കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാടി ഫൈറ്റ് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു കറക്റ്റ് ടൈമിലാണ് ഈ പിരമിഡ്സ് തമ്മിൽ അങ്ങ് കൂട്ടിയിടിക്കുന്നത്. സോ ഗ്രാവിറ്റി ഇല്ലാണ്ടാവുന്നു. പിന്നെ പറയണ്ടല്ലോ, പറന്ന് നടന്നിട്ടുള്ള ഒരു ഫൈറ്റാ. അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മോത്രയും മിനി കോങ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ ഈ ഒരു കറക്റ്റ് ടൈമിലാണ് ഈ ഒരു ഗ്രാവിറ്റി പെട്ടിട്ട് ഇവർ ഈ ഒരു പോർട്ടലിനകത്തോട്ട് അങ്ങ് വീഴുന്നത്. ഇവർ 4 പേര് മാത്രമേ വീഴുന്നുള്ളൂ. പക്ഷെ വീഴുന്ന ടൈമിൽ നമ്മുടെ കോങ്ങിന്റെ മറ്റേ വെപ്പൺ ഉണ്ടല്ലോ അതവിടെ തടഞ്ഞു നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സ്കാർക്കിങ് അവരാഗ്രഹിച്ച പോലെ തന്നെ സർഫസ് വേൾഡിലോട്ട് എത്തിയിട്ടുണ്ട്. അവനിങ്ങനെ ഭരിക്കാൻ നിൽക്കാൻ. പക്ഷെ അത് നമ്മുടെ ഗോഡ്സില്ലയും കോങ്ങും സമ്മതിക്കും തോന്നുന്നുണ്ടാ. പിന്നെ ഫൈറ്റാണ്, അവിടെ കിടന്ന് ഫൈറ്റ്, ബീച്ചിൽ കിടന്നിട്ടുള്ള ഒരു ഫൈറ്റാണ്. ആ ഫൈറ്റിനിടയിൽ ഇഷ്ടം പോലെ ബിൽഡിംഗ് ഒക്കെയാണ് ഇല്ലാണ്ടാവുന്നത്. ഇങ്ങോട്ടും കിട്ടുന്നുണ്ട് അങ്ങോട്ടും കിട്ടുന്നുണ്ട്. മെയിനായിട്ട് ഫൈറ്റ് ചെയ്യുന്നത് നമ്മുടെ ഗോഡ്സില്ലയും ഷിമും കൂടിയിട്ടാണ്.
അതായത് ഷിമോ വേഴ്സസ് നമ്മുടെ ഗോഡ്സില്ല, അതുപോലെ തന്നെ സ്കാർക്കിംഗ് വേഴ്സസ് നമ്മുടെ കോങ്. അങ്ങനെ ഈ ടൈമിലാണ് നമ്മുടെ ഹോളോ എർത്തിൽ നിന്ന് നമ്മുടെ മിനി കോങ് നമ്മുടെ കോങ്ങിന്റെ വെപ്പണായിട്ട് താഴോട്ടങ്ങ് ചാടുന്നത്, അതായത് സർഫസ് വേൾഡിലോട്ട്. ഇതിന്റെ ഇടയിൽ നമ്മുടെ സ്കാർക്കിങ്ങിന്റെ കയ്യിലുള്ള മറ്റേ ക്രിസ്റ്റൽ ഉണ്ടല്ലോ, നമ്മുടെ ഷിമോനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ക്രിസ്റ്റൽ, അത് വീണ് പോകുന്നുണ്ട്. ആ ഒരു കറക്റ്റ് ടൈമിൽ തന്നെയാണ് നമ്മുടെ മിനി കോങ് ഇങ്ങോട്ടേക്ക് എത്തുന്നതും നമ്മുടെ കോങ്ങിന്റെ വെപ്പൺ ഉപയോഗിച്ചിട്ട് ഈ ഒരു ക്രിസ്റ്റൽ അങ്ങ് നശിപ്പിച്ച് കളയുന്നതും. സോ നമ്മുടെ ഷിമോ അവന്റെ കൺട്രോളിലല്ലേ ഇനി. പിന്നെ എന്താ നടക്കാന്ന് ഞാൻ പറയണ്ടല്ലോ, ഷിമോയുടെ ഇത്രയും വർഷത്തെ പക അങ്ങ് തീർക്കണവൻ. അവൻ നമ്മുടെ സ്കാർക്കിങ്ങിനെ അങ്ങ് ഐസാക്കി മാറ്റുന്നുണ്ട്. സോ നമ്മുടെ സ്കാർക്കിങ് ഇവിടെ മരിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല നമ്മുടെ മോത്രയും അതുപോലെ തന്നെ ജിയും എല്ലാവരും സേഫാണ്, എല്ലാം അവസാനിച്ചിട്ടുണ്ട്. നമ്മുടെ കോങ് ആണെങ്കിലോ തിരിച്ച് ഹോളോ എർത്തിലോട്ട് തന്നെ വന്നിട്ടുണ്ട്, അതും നമ്മുടെ ഷിമോയുടെ കൂടെ. ബാക്കിയുള്ള എയ്പ്സിനൊക്കെ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഗോഡ്സില ആണെങ്കിലോ അവന്റെ മറ്റേ പഴയ ബിൽഡിംഗ് ഉണ്ടല്ലോ, മറ്റേ റോമിത്തെ ഫേമസ് ബിൽഡിംഗ്, അവിടെ പോയിട്ട് ചാച്ചി ഉറങ്ങുന്നുണ്ട്. ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ എൻ്റെ സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.